പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ് വിഴിഞ്ഞം ടെൻഡറിൽ അപാകത കണ്ടെത്തിയ IAS ഉദ്യോഗസ്ഥനെ സർക്കാർ പുറത്താക്കി. പ്രതികാര നടപടിക്ക് ഇരയായത് കെ മോഹൻദാസ് IAS. അപാകതകൾ ചൂണ്ടിക്കാട്ടി മോഹൻദാസ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. വിഴിഞ്ഞം പദ്ധതിയിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച കെ മോഹൻദാസ് IASനെയാണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത്. പകരം ടോം ജോസ് IASനെ ചെയർമാനായി നിയമിച്ചു. ദീർഘകാലം കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറിയായിരുന്ന മോഹൻദാസ് IAS വിഴിഞ്ഞം പദ്ധതിയിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതെന്നാണ് സൂചന. കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രധാന വീഴ്ചകൾ ഇവയാണ്. 5100 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്ന പദ്ധതിയിൽ 2400 കോടി രൂപ മാത്രമാണ് അദാനിയുടെ മുതൽ മുടക്ക്. എന്നാൽ തുറമുഖത്തിന്റെയും കണ്ണായ പദ്ധതി പ്രദേശത്തിന്റെയും പൂർണ്ണ നിയന്ത്രണം അദാനിക്ക് നൽകുന്ന തരത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 3200 കോടി രൂപ പണമായി തന്നെ സംസ്ഥാനം അദാനിക്ക് കൈമാറണം. ടെൻഡർ നടപടികളിൽ ഗുരുതരമായ അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് കൂടി ഗുണമുണ്ടാകുന്ന തരത്തിൽ പദ്ധതി നടപ്പാക്കാമായിരുന്നുവെന്നും കെ മോഹൻദാസ് IASന്റെ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കത്തിനെ തുടർന്ന് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാണ് മോഹൻദാസിനെ ഷിപ്പിംഗ് കോർപ്പറേഷനിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് വിവരം. MR സജേഷ്, തിരുവനന്തപുരം. വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് അപാകതകൾ ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിരുന്നുവെന്ന് കെ മോഹൻദാസ് പറഞ്ഞു. അതിനുള്ള പ്രതികാരമായാണ് തന്നെ മാറ്റിയത്. പ്രൊജക്ട് കൈകാര്യം ചെയ്യുന്നതിലുള്ള പ്രൊഫഷണലിസം ഇല്ലായ്മയാണ് ചൂണ്ടിക്കാട്ടിയതെന്നും മോഹൻദാസ് പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്ത രീതിയെ പറ്റിയുള്ള എന്റെ അഭിപ്രായങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അറിയിക്കാനാണ് ഞാൻ കത്ത് എഴുതിയത്. കാരണം ഈ വിഴിഞ്ഞം പദ്ധതി കൈകാര്യം ചെയ്തതിനെ പറ്റി ഞാൻ പറഞ്ഞ ചില അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേരള ഷിപ്പിംഗ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റി അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പൊസിഷൻ എന്താണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിക്ക് ഈ കത്ത് എഴുതിയത്. വിഴിഞ്ഞം പദ്ധതി കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തീരദേശ ജനതയുടെ ആശങ്കകൾ പരിഹരിക്കാനായി ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണ്. സർവേ നടപടികൾ പൂർത്തിയാക്കി മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു വിധത്തിലുള്ള ഒരു ആശങ്കയ്ക്കും ഇടയില്ല. ഗവൺമെന്റ് ആ കാര്യത്തിൽ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ഇതിനോടകം തന്നെ പലരും ഈ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഒന്നുമില്ല, അതൊന്നും പ്രശ്നമല്ല എന്നുള്ളതല്ല ഗവൺമെന്റിന്റെ സമീപനം. അത് സംബന്ധിച്ച് ആരുമായി ചർച്ച ചെയ്യും. ഏത് സംശയങ്ങളും ദൂരീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും. വിവാദമായ ഭൂമി പതിവ് ചട്ടം ഭേദഗതി ചെയ്യാൻ ആവശ്യമുന്നയിച്ചത് KM മാണിയെന്ന് രേഖകൾ. മാണി ആവശ്യമുന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 2012 മെയ് 9 ചേർന്ന യോഗത്തിൽ. 4 ഏക്കർ വരെ സ്ഥലത്തിന് പട്ടയം നൽകണമെന്നും 25 വർഷത്തിനു ശേഷമേ ഭൂമി കൈമാറാകൂ എന്ന നിബന്ധന നീക്കണമെന്നും യോഗത്തിൽ മാണി ആവശ്യപ്പെട്ടതായും രേഖകൾ വ്യക്തമാക്കുന്നു. ഭൂമിയുടെ പട്ടയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ 2012 മെയ് 9 തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് ധന നിയമമന്ത്രി KM മാണി വിവാദമായ ഭൂപതിവ് ചട്ടഭേദഗതിക്ക് വേണ്ടി വാദിച്ചത്. 2005 ഭേദഗതി നിയമം വീണ്ടും ഭേദഗതി ചെയ്ത് കുടിയേറ്റക്കാർക്കും കൈവശക്കാർക്കും 4 ഏക്കർ സ്ഥലം ലഭ്യമാക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നായിരുന്നു മന്ത്രിയുടെ നിലപാട്. നൽകിവരുന്ന പട്ടയഭൂമി 25 വർഷത്തിന് ശേഷം മാത്രമേ കൈമാറാവൂ എന്ന വ്യവസ്ഥ നീക്കണമെന്നും മാണി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. 2005 വരെയുള്ള കയ്യേറ്റങ്ങൾക്കും കുടിയേറ്റങ്ങൾക്കും പട്ടയം നൽകാനുള്ള തീരുമാനം വിവാദമായതോടെയാണ് സർക്കാർ പിൻവലിച്ചത്. ഭൂമാഫിയകൾക്കും ക്വാറി മാഫിയകൾക്കും ഗുണം ചെയ്യുന്നതായിരുന്നു സർക്കാർ തീരുമാനം. ധനമന്ത്രി KM മാണിയുടെ ബന്ധുക്കളും അനുയായികളും ഹെക്ടർ കണക്കിന് ഭൂമി കയ്യേറിയത് സംബന്ധിച്ച് നേരത്തെ നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭൂമിച്ചട്ടം ഭേദഗതി ചെയ്യാൻ ആവശ്യമുന്നയിച്ചത് താനാണെന്ന വാർത്തകൾ തെറ്റിദ്ധാരണാജനകമെന്ന് KM മാണി പറഞ്ഞു. തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും മാണി പറഞ്ഞു. അപ്പോൾ ഇത് വെറും തെറ്റിദ്ധാരണാജനകമാണ്. ഒരിക്കലും 2005 മുമ്പുള്ള കൃഷിക്കാർക്ക് പതിച്ചു കൊടുക്കണമെന്നല്ല പറഞ്ഞത്. 1/1/77 മുമ്പ് കുടിയേറി പാർത്ത കർഷകർ അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു, ഇലക്ട്രിസിറ്റി സ്കീമിന് വേണ്ടി നഷ്ടപ്പെട്ടു. അത് തിരിച്ചു കൊടുക്കുമ്പോൾ 1 ഏക്കർ അല്ല അവർക്ക് കൊടുക്കേണ്ടത്, അവർക്ക് 4 ഏക്കറിന് അവകാശമുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും നിയമം ഉണ്ടെങ്കിൽ ആ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഒരു കുഴപ്പമില്ല. പീപ്പിൾ TV ഇനി മുതൽ ഏഷ്യയിലെ ഏറ്റവും വലിയ DTH ശൃംഖലയായ ഡിഷ് ടിവിയിലും കമ്പനിയുടെ പുതിയ ബ്രാൻഡായ സിംഗ് ഡിജിറ്റലിൽ പീപ്പിൾ TV ലഭ്യമാകും. പ്രാദേശിക ഭാഷാ ചാനലുകൾക്ക് പ്രാധാന്യം നൽകുന്ന ബ്രാൻഡാണ് സിംഗ് ഡിജിറ്റൽ.
പാരമ്പര്യം, കല, മലയാളിയുടെ അഭിരുചികൾ കണക്കിലെടുത്താണ് പുതിയ ബ്രാൻഡിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏറ്റവും അധികം കാണുന്ന ചാനലുകൾ ഏതൊക്കെയെന്ന ഉപഭോക്തൃ സർവേയുടെ അടിസ്ഥാനത്തിലാണ് പീപ്പിൾ TV ഉൾപ്പെടെയുള്ള ചാനലുകളെ നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് കമ്പനി CEO PC വെങ്കടേഷ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സലിൽ കപൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രാദേശിക ചാനലുകൾക്കായുള്ള പ്രത്യേക പാക്കേജാണ് സിംഗ് ഡിജിറ്റൽ ദേശീയാടിസ്ഥാനത്തിൽ ലഭ്യമാക്കുന്നത്. 100% it will be Malayalam focused, but more than that, it also promises that it will have maximum Malayali content or maximum Malayalam channels as compared to all the other DTH brands. So that is the first promise and the first differentiator. പ്രതിമാസം 99 രൂപ നിരക്കിൽ 16 മലയാളം ചാനലുകൾ ഉൾപ്പെടെ 150-ലധികം ചാനലുകളും സർവീസും സിംഗ് ലഭ്യമാക്കുന്നുണ്ട്. കൈരളി, പീപ്പിൾ, വി എന്നീ ചാനലുകൾക്കൊപ്പം മറ്റ് മലയാളം ചാനലുകളും സിംഗ് ബ്രാൻഡിൽ ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പനി മാനേജ്മെന്റ് സ്റ്റാഫുകൾക്കും ജീവനക്കാർക്കും വേണ്ടി കോഴിക്കോട്ട് സംഘടിപ്പിച്ച പൊട്ടൻഷ്യൽ ബിസിനസ് പാർട്ട്നേഴ്സ് മീറ്റിന്റെ ഉദ്ഘാടനം ഹാപ്പി ബ്രാൻഡ് പ്രൊഡക്ട്സ് MDയും KSSIA സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ S ഖാലിദ് നിർവഹിച്ചു. ഗുഡ് ബൈ സോപ്സ് MD KP ഖാലിദ് ചടങ്ങിന് അധ്യക്ഷനായിരുന്നു. കമ്പനി പുറത്തിറക്കിയ QT, മിൽസു തുടങ്ങിയ സോപ്പുകളും മറ്റ് ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കൾ സ്വീകരിച്ചതിൽ നന്ദിയുണ്ടെന്ന് KP ഖാലിദ് പറഞ്ഞു.